ഊട്ടിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ചൈനീസ് റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്നെൻ്റെ ഡിന്നർ. റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഷിൻ കൗസ്. ഊട്ടിക്കാരുടെ ഇടയിൽ ലെജൻഡറി സ്റ്റാറ്റസ് ഉള്ള ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റാണിത്. ലിയ ഷിൻ കൗസ് ആണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ സ്ഥാപകൻ. ചൈനക്കാരനായ ലിയ ആദ്യം കൽക്കട്ടയിലേക്കാണ് കുടിയേറിയത്. അതിനുശേഷം ഊട്ടിയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു. ബ്രിട്ടീഷ് പ്ലാന്റേഴ്സിന് ഹാൻഡ് മെയ്ഡ് ഷൂസ് ഉണ്ടാക്കാനാണ് ഊട്ടിയിൽ വന്നത്. ലിയയുടെ വൈഫ് പിന്നീട് ചൈനീസ് മീൽസ് വിൽക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് ഇറയിൽ കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റും ടീയും ചൈനീസ് ഹക്ക ഡിഷസുമായിരുന്നു സെർവ് ചെയ്തിരുന്നത്. പിന്നീട് 1970s ഷൂ ബിസിനസ് നിർത്തി റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. ഇവിടെ കൂടുതലും ചൈനീസ് ഹക്ക ഡിഷസാണ് സെർവ് ചെയ്യുന്നത് എന്നാണ് ഇൻ്റർനെറ്റ് പറയുന്നത്. അങ്ങനെയാണെങ്കിലും ഒരു ഇന്ത്യൻ ട്വിസ്റ്റ് കാണാതിരിക്കില്ല എന്നാണ് എൻ്റെ നിഗമനം. മെനു കാർഡിലുള്ള ഓരോ ഐറ്റം എനിക്ക് ഫെമിലിയർ ആയിരിക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതിലുള്ള മിക്ക ഐറ്റവും എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ചൈനീസ് പേരുകളൊന്നുമില്ല. 1-2 പേരുകളുണ്ട് ചൈനീസ് ആയിട്ടുള്ളത്. അതിലേതെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. സൗർ ആൻഡ് പെപ്പർ ചിക്കൻ സൂപ്പ്, ചില്ലി പോർക്ക്, ചില്ലി ബീഫ്, ഇതെല്ലാം ഫെമിലിയർ ആയ പേരാണ്. ഈ മെനുവിൽ യോങ്ചോ ഫ്രൈഡ് റൈസും യോങ്ചോ നൂഡിൽസും മാത്രമാണ് ഒരു ചൈനീസ് വൈബ് തരുന്ന 2 ഐറ്റംസ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഓർഡർ ചെയ്യാം. അതാണ് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നൂഡിൽസ് കഴിക്കാൻ ചോപ്സ്റ്റിക്കൊക്കെ തന്നാൽ അത് ഉപയോഗിക്കാൻ എനിക്കറിയില്ല. അതുകൊണ്ട് സേഫർ ഓപ്ഷനായ യോങ്ചോ ഫ്രൈഡ് റൈസ് ഞാൻ ഓപ്റ്റ് ചെയ്തു. ഫസ്റ്റ് ഇംപ്രഷൻ എന്താണെന്ന് വെച്ചാൽ സംഭവം വളരെ മൈൽഡാണ്, പക്ഷേ റിവീലിംഗ് ആണ്. എല്ലാ ഫ്ലേവേഴ്സും റിവീലിംഗ് ആണ്. കൊള്ളാം. മിക്സ്ഡ് വെജിറ്റബിൾസ്, ചിക്കൻ, റൈസ് ഇതെല്ലാമുള്ള ഒരു ഐറ്റം. ഈ ഒരു ഫ്രൈഡ് റൈസ് കുറച്ച് ഗ്രേവി ടൈപ്പാണ്. വൈറ്റ് സോസാണ് ഈ ഫ്രൈഡ് റൈസിന് ഇങ്ങനെയൊരു ലൈറ്റ് ഗ്രേവി കൺസിസ്റ്റൻസി നൽകുന്നത് എന്നാണ് ഇത് സെർവ് ചെയ്തയാൾ എന്നോട് പറഞ്ഞത്. ലൈറ്റ് പെപ്പർ ഫ്ലേവർ, ഗാർലിക് ഫ്ലേവർ ഇതൊക്കെ ഈ ഒരു ഫ്രൈഡ് റൈസിനുണ്ട്. കോളിഫ്ലവർ ഫുള്ളായിട്ട് വെന്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കടിക്കുമ്പോൾ ആ ഒരു ഫ്രഷ് ക്രഞ്ചിനെസ് ഇതിനുണ്ട്. വെജിറ്റബിൾസിൽ കോളിഫ്ലവർ മാത്രമല്ല, ക്യാരറ്റ് ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും സെമി കുക്ക്ഡ് ആണെന്ന് തോന്നുന്നു. എല്ലാ വെജിറ്റബിൾസിൻ്റെയും ആ ഒരു റോ ഫ്ലേവർ പ്ലസ് ക്രഞ്ചിനെസ് ചവയ്ക്കുമ്പോൾ ഫീൽ ആകുന്നുണ്ട്. ചില്ലി ചിക്കൻ ടൈപ്പ് ഓഫ് കോട്ടിങ് ഇതിലെ ചിക്കൻ ഉണ്ട്. ആ ഒരു കോട്ടിങ്ങിന് സ്പെഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നുമില്ല, പക്ഷേ അതിങ്ങനെ വായിലിട്ട് ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നല്ല രസമുണ്ട്. ചിക്കൻ പീസുകൾ അത്യാവശ്യം വലുതാണ്, ക്വാണ്ടിറ്റിയും കാണാൻ മാത്രമുണ്ട്. ഒരു കേരളീയൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ ദിസ് ഫ്രൈഡ് റൈസ് ഈസ് മിസ്സിങ് ദാറ്റ് കിക്ക്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഒരു ഓഫ് ബീറ്റ് സിനിമ പോലെ. ഓഫ് ബീറ്റ് സിനിമ ഞാൻ വല്ലപ്പോഴുമേ കാണാറുള്ളൂ. അതുപോലെ ഈ ഒരു ഫ്രൈഡ് റൈസ് വല്ലപ്പോഴും കഴിക്കാൻ എനിക്കിഷ്ടമാണ്, ഒരു ചേഞ്ചിന്.